അത് കേരളത്തിന് ആറ്റുനോറ്റ് കിട്ടിയ ഒരു വരദാനം എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ വി ഡി സതീശനെ. കാരണം ഒരുപാട് തമ്മിത്തല്ലും കൊതുകാരും ഇതെല്ലാം മറികടന്നുകൊണ്ട് കേരളത്തിന് ഏറ്റവും അവസാനം ഏകദേശം ഒരു മാരത്തോൺ ചർച്ച പോലെ 2 ആഴ്ച വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്ന് കിട്ടിയത് ഒരാളാണ്. അല്ലെങ്കിൽ ഒരു പൊൻകനിയാണ്. ഏതൊരമ്മക്കും എന്താ പറയുക, പൊൻകനി എന്നൊക്കെ പറയുന്ന പോലെ കേരളത്തിന് കിട്ടിയ ഒരു വലിയ സംഭവമായിട്ട് കണ്ടായിരുന്നു വി ഡി സതീശൻ. ഇപ്പോൾ വിവാദങ്ങളുടെ നായകൻ കൂടിയാണ് അതേ വി ഡി സതീശൻ. ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, ഒന്ന് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ഹെലികോപ്റ്റർ യാത്ര വലിയ തരത്തിൽ വിവാദത്തിലോട്ട് പോകുന്നു. സ്വകാര്യമായിട്ട് ഒരാളെ കാണാൻ പോകുന്നു. അപ്പോൾ പറയുന്നത് ഒരു ഇൻവെസ്റ്ററാണ്, ബിസിനസ്സിൻ്റെ കാര്യത്തിന് കേരളത്തിലോട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. എന്നാൽ അദ്ദേഹത്തിന് പേരില്ല. പിന്നെ അദ്ദേഹം വാർത്താമാധ്യമങ്ങൾ അത് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ള തരത്തിലൊക്കെ പറയുന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് പല നേതാക്കന്മാരും പല രീതിയിൽ വരുന്നുണ്ട്. CPM-ൻ്റെയും BJP-കാരടക്കം പരസ്യമായിട്ട് രഹസ്യമായിട്ട് ഒളിയമ്പുമായിട്ടൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സതീശൻ ആരെ കാണാനാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചാർട്ട് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൃത്യമാണ്. അദ്ദേഹത്തിന്റെ ഹൗസ് ടു നേരെ പോയത് ഹോസ്പിറ്റൽ പാത്താണ് ഹെലികോപ്റ്ററിൽ. പക്ഷെ പറയുന്നത് അങ്ങനെയല്ല, വീട്ടിൽ അമ്മായിയച്ഛനെ കാണാൻ വേണ്ടിയിട്ടൊന്നും അല്ല പോയത് എന്നുള്ള തരത്തിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഫവാസ് തുടങ്ങി വെച്ചതുപോലെ ഈ പൊൻകനിയായിട്ട് കിട്ടിയെന്നൊക്കെ പറയുന്നത്, പൊൻകനി ഇതുവരെ എന്തായാലും സെലക്ഷൻ തെറ്റിയെന്ന് എനിക്ക് തോന്നിട്ടില്ല. സെലക്ഷൻ തെറ്റിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിവാദങ്ങള് ഇപ്പൊ ഫവാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പൊ വി ഡി സതീശനെ കുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ അമ്പും അവിടെ തന്നെ ഒടിച്ചു വീഴ്ത്തുന്നുണ്ട് അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹം നടത്തുന്ന പ്രസ് മീറ്റ് മാത്രം കണ്ടാൽ മതി, ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങളും ചാതുരി മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം കാര്യങ്ങൾ പറയുന്നുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ചോദിച്ചതുപോലെ ഇപ്പൊ വിജോയുടെ ഒരു MLA-യുടെ പോസ്റ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഫവാസി ചോദ്യം തുടങ്ങിയത്. അജ്ഞാത നിക്ഷേപകൻ, ഇപ്പൊ ഫവാസി ചോദിച്ച പോലെ ആരാണ് ആ വ്യവസായി? വി ഡി സതീശൻ കാണാൻ പോയി എന്ന് പറയുന്ന വ്യവസായി ആരാണ്? അത് അമ്മായിയച്ഛനാണോ എന്ന് ചോദിച്ചിട്ടാണ് വിജോ MLA ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അപ്പോ അദ്ദേഹം ചോദിക്കുന്ന അജ്ഞാത വ്യവസായി, ഇപ്പൊ വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട്, ഞാനിന്ന് എറണാകുളത്തുണ്ടായിരുന്നു, ചിലരെ രഹസ്യമായിട്ട് കാണേണ്ടി വരും, ചിലർ ഇങ്ങോട്ട് വന്ന് കാണും. അദ്ദേഹം അന്ന് എറണാകുളത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു, അങ്ങനെ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ചിലർ രഹസ്യമായിട്ട് കാണേണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പേര് പറഞ്ഞിട്ടില്ല. അതാണ് അജ്ഞാത വ്യക്തി. ആ അജ്ഞാത വ്യക്തി അമ്മായി അച്ഛനോ എന്ന് വിജോയ്ക്ക് ചോദിക്കേണ്ടി വന്നത്. പക്ഷെ ഈ ഒരു ചോദ്യം തുടങ്ങുമ്പോൾ ആരാണ് ഈ അമ്മായി അച്ഛനോ എന്ന് ചോദിക്കേണ്ടത് ശരിക്കും മുഹമ്മദ് റിയാസിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് മോനെ ഇത്. ഞാൻ ഒരിക്കലും താഴ്ത്തി പറഞ്ഞതല്ല, ആരെയും ഡിഫൈൻ ചെയ്തതുമല്ല. പക്ഷെ അജ്ഞാത നിക്ഷേപകൻ എന്നൊക്കെ പറയുമ്പോൾ ഇമാതിരി അജ്ഞാത നിക്ഷേപമൊക്കെ ഉള്ളവരുടെ വാർത്ത ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന്റെ അമ്മായിയച്ഛനെ പറ്റിയിട്ടാണ് കൂടുതലും വരുന്നത്. അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ എല്ലാ അമ്പും ഉണ്ടല്ലോ ചെന്ന് കുത്തി ഒടിയുന്നത് പിണറായി വിജയന്റെ നെഞ്ചത്താണെന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. നിങ്ങളിപ്പോൾ വി ഡി സതീശനും ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോപണങ്ങളുടെ ശരം അങ്ങോട്ട് എടുത്ത് ഊരി വീശുന്നുണ്ട്. പക്ഷെ ഈ സാധനം നേരത്തെ ചെന്ന് നിൽക്കുന്നത് ഈ 10 വർഷം ഈ മനുഷ്യൻ കാണിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പിണറായി വിജയൻ ഞാൻ പറയട്ടെ, വി ഡി സതീശൻ ഈ പറഞ്ഞ പോലെ രഹസ്യമായിട്ട് വ്യവസായികളെ കണ്ടതിനോട് ഞാൻ വിയോജിപ്പൊന്നും ഞാൻ രേഖപ്പെടുത്തുന്നില്ല. കാരണം അതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. പണ്ട് ഈ പറഞ്ഞ പോലെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ അദ്ദേഹം വ്യവസായ മന്ത്രിയായി നിൽക്കുമ്പം വലിയ തരത്തിൽ വികസനം ഒരു കമ്പനി ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നു. അത് രാത്രിക്ക് രാത്രി അറിഞ്ഞുകൊണ്ട് തമിഴ്നാട് അവരെ ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് കൊണ്ടുപോയി പോകുന്നു, അവരോട് ചർച്ച നടത്തുന്നു. പിറ്റേ ദിവസം കേരളത്തിലോട്ട് വരേണ്ട ആ ഒരു വലിയ വ്യവസായം പെട്ടെന്ന് മാറിക്കൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്നത് കണ്ടു. ഇതേ സന്ദർഭം പിന്നീട് കർണാടകയുടെ വിഷയത്തിലുണ്ടായി. അത് പറയുമ്പം അവിടെ ഇവിടെയൊക്കെ കോൺഗ്രസ് ഭരിക്കുന്നതായിരിക്കാം, പക്ഷേ വ്യവസായത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വലിയ കടമയാണ്. രഹസ്യമായിട്ട് ആരും അറിയാണ്ട്, ഇൻ്റലിജൻസ് വിഭാഗം പോലും അറിയാണ്ട് അവരുമായിട്ടുള്ള ചർച്ച നടത്താറുണ്ട്. കുഞ്ഞാലിക്കുട്ടി തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ സാധനം. കാരണം അല്ലെങ്കിൽ അവരെ കിട്ടില്ല. കാരണം ഇതിലും വലിയ ഓഫറുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടോ കൊണ്ടുപോകും. ഇപ്പോൾ തെലങ്കാന സർക്കാരിനെ ചെയ്തത്, നിങ്ങൾക്ക് വേണ്ട കമ്പനി ഇവിടെ തുടങ്ങാം, പക്ഷേ അതിന് ഭൂമിക്ക് നിങ്ങൾ പൈസ തരണം, ഭൂമി ഗവൺമെൻറ് വക ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. ഇത്തരത്തിലുള്ള വലിയ വലിയ ഓഫറുകളൊക്കെ തെലങ്കാന ഗവൺമെൻറ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ അവർ അങ്ങോട്ട് പോകും. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ വേണം എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്നുള്ള ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിപ്പോൾ നാളെ ഇന്ന വ്യവസായിയായിട്ട് ചർച്ച നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കർണാടക സർക്കാരും തമിഴ്നാട് സർക്കാരും ഇവരൊക്കെ രംഗത്ത് വരും, അവരും ചർച്ച നടത്തും, അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കും. സ്വാഭാവികമായിട്ടും രഹസ്യം അതിനെയൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കിവിടെ ഈ പറഞ്ഞ പോലെ വി ജോയ് പറഞ്ഞ കാര്യത്തോട് ഈ അമ്മായിയച്ഛനെ കാണാനോ എന്നുള്ള അദ്ദേഹം പറഞ്ഞ കാര്യം, കാരണം ഇദ്ദേഹം പറഞ്ഞത് ഈ ഹെലികോപ്റ്ററിൻ്റെ റൂട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇന്നലെ മുഖ്യമായ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഹെലികോപ്റ്റർ റൂട്ട് പരിശോധിച്ചു അപ്പോൾ മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വഴിയാണ് സാധനം പോയത്. ഹോസ്പിറ്റലിലോട്ട് ആണ് എന്ന് അവരാരും പറഞ്ഞിട്ടില്ല, അതുവഴിയാണ് പോയത് എന്നാണ് പറയുന്നത്. അപ്പം ഇവരൊക്കെ സ്വാഭാവികമായിട്ടും പറയുന്നത് ഹോസ്പിറ്റൽ, അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ
മായി അച്ഛൻ, ഭാര്യയുടെ അച്ഛൻ അല്ല, ഉണ്ടായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അമ്മായിച്ചനെ കാണാൻ പോയതാണെങ്കിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഇത്ര വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് വിവാദമാക്കാൻ നമുക്ക് ഈ പറഞ്ഞ ചോദ്യം. പോലെ അത് ഗവൺമെന്റ് ഒഫീഷ്യൽ ഈ പറഞ്ഞ പോലെ ഓക്കെ, വെഹിക്കിൾ എടുത്ത് ഗവൺമെന്റിന്റെ പോയി എന്നുള്ളതാണ് ഖജനാവിൽ നിന്ന് പറയുന്നത്. ക്യാഷും കൊടുത്തിട്ട് നമ്മൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ ചികിത്സിക്കാനായിട്ട് നമ്മുടെ ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക. അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മൊത്തം പണം എടുത്ത ഖജനാവിൽ നിന്നായിരുന്നു. ആ യാത്ര പോയത് മൊത്തം മയോ ക്ലിനിക്കിലേക്കായിരുന്നു, നമ്മുടെ അമേരിക്കയിലേക്ക്. ആ യാത്രകളെല്ലാം അബുദാബി കറങ്ങി അവിടെ 2 ദിവസം സ്റ്റേ ചെയ്ത് മകനെയും കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ളൂ. ഒരു യാത്ര പോലും ഗൾഫ് കൺട്രിയിൽ തൊടാണ്ട് ഇപ്പുറത്തേക്ക് വന്നിട്ടില്ല അദ്ദേഹം. അതപ്പോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ റൂട്ട് മാപ്പ് ഒന്നും ഇവർക്ക് ആർക്കും പ്രശ്നമല്ലായിരുന്നു. അതൊക്കെ ഇദ്ദേഹം ഇന്റർനാഷണൽ തിരുവനന്തപുരത്ത് നിന്നും ഇപ്പുറത്ത് വരെ, അത് 1 രൂപയുടെ ചെലവില്ലാത്തൊരു കാര്യം. 80 ലക്ഷം രൂപ മാസവാടകയും കൊടുത്തിട്ട് പിണറായി വിജയൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരാർ തീരാൻ ഇനിയും സമയമുണ്ട്. ആ കരാർ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഈ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ പറന്നത് കൊണ്ടിട്ട് പ്രത്യേകിച്ച് 1 രൂപ പോലും നഷ്ടം വരുന്നില്ല. വെറുതെ അവിടെ ഇടുന്നൊരു സാധനം ഇപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. അദ്ദേഹം പറയുന്നത് പോലെ ഒരു വ്യവസായി അവിടെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇൻ കേസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മായിച്ചനെ കാണാനാണ് പോകുന്നതെങ്കിൽ എന്താണ് അതിൽ ഇത്ര വിവാദമാക്കാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇതേ സെയിം സാധനം തന്നെ, ഇതേ സെയിം അല്ല, ഇതിലും ഗുരുതരമായിട്ടുള്ള കാര്യമല്ലേ അമേരിക്കൻ ചികിത്സയ്ക്ക് പോകുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകനെ കണ്ട് സുഖവിവരങ്ങളും അന്വേഷിച്ച് അബുദാബി തങ്ങി, ആഡംബര ഫ്ലാറ്റിലൊക്കെ തങ്ങി 2 ദിവസത്തെ നമ്മൾ മുഖ്യമന്ത്രിയാണ് നമുക്ക് 2 ദിവസം നഷ്ടാവുന്നത്. അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി കിടക്കുന്ന ദിവസങ്ങൾ നമുക്ക് സമാധാനം, ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ ഹോസ്പിറ്റലിലാണ്, നമുക്ക് സമാധാനിക്കാം. അത് കഴിഞ്ഞ് മകനെ കണ്ട് 2 ദിവസം പണിക്ക് അവധിയൊക്കെ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടായിരുന്നു? അമേരിക്കയിൽ നിന്ന് ഗൾഫ് വഴി മാത്രമേ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റുള്ളൂ. ആ പ്ലെയിനൊക്കെ അദ്ദേഹത്തിന് വരാനുള്ള ഫ്ലൈറ്റ് ഒക്കെ അവിടെ ഇറങ്ങിയിട്ടേ വരുള്ളൂ. ഒന്ന് ഈ പറഞ്ഞ ഡയറക്റ്റ് ഫ്ലൈറ്റ് US വിടുന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ചൈനയിലോട്ട് പോകണം, റഷ്യയിലോട്ട് പോകണം, ഇവിടുന്ന് ഡയറക്റ്റ് ഇല്ല. നമ്മൾ ഇവിടുന്ന് ഡൽഹിയിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നേരിട്ട് ദുബായിലോട്ട് പോകുന്നു. ദുബായിൽ നിന്നാണ് പല 2 ദിവസം സ്റ്റേ ചെയ്യണം മകന്റെ കൂടെ. അല്ല, മകനോട് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് 2 ദിവസം ദിവസമൊക്കെ നിൽക്കാം. മുഖ്യമന്ത്രിയാണ്, വലിയൊരു കടമ നിർവഹിക്കേണ്ട ആളാണ്, വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ്, ചികിത്സ കഴിഞ്ഞ് തിരിച്ചിവിടെ മടങ്ങി വരേണ്ട ആളാണ്. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന് മകന്റെ ഒപ്പൊക്കെ നിൽക്കുകയാണെങ്കിൽ അത്രയും ദിവസത്തെ ഭരണസ്തംഭനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടെങ്കിലും അത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ പാടില്ലേ? പക്ഷെ എന്തുകൊണ്ടോ കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹത്തിന്റെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ പോലെ കഴിവുള്ള വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരെയും ഏൽപ്പിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം തന്നെ അബുദാബിയിൽ ഇരുന്ന് ഭരിച്ചു, അമേരിക്കയിൽ ഇരുന്ന് മുഖ്യമന്ത്രിയെ കുത്തിയതല്ല അദ്ദേഹത്തിന്. അല്ല, പറയാൻ പറ്റില്ല ഫവാസി. അങ്ങനെ ആരെങ്കിലും ഒരാൾ കഴിവുള്ളവൻ ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നം പ്രതിപക്ഷ നേതാവായിട്ട് പാവം പിടിച്ച് 80 വയസ്സ് കഴിഞ്ഞ് ആ മനുഷ്യനെ പിടിച്ചിരുത്തുമായിരുന്നു. അദ്ദേഹത്തിന് ഇനിയെങ്കിലും റെസ്റ്റ് കൊടുക്കില്ലായിരുന്നു. അത് കഷ്ടമാണ്. കഴിവുള്ളവരില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഞാൻ കുറ്റം പറയില്ല ഒരിക്കലും. മുഖ്യമന്ത്രി അല്ല ഞാൻ കുറ്റം പറഞ്ഞ, കൂട്ടത്തിൽ കഴിവുള്ളവരില്ല. അത് പിണറായി വിജയൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതുകൊണ്ടല്ല പാവത്തിന് ഇപ്പോഴും റെസ്റ്റ് കൊടുക്കേണ്ടിരുന്നത്. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ അജ്ഞാത വ്യവസായി തിരക്കി പോകുന്നവര് ഒരു കാര്യം കൂടി ഓർക്കണം. VD സതീശൻ കണ്ട അജ്ഞാത വ്യവസായി ആരാണെന്ന് ഇപ്പൊ എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ആളാണ് VD സതീശൻ. അദ്ദേഹം ഇതിനുള്ള മറുപടിയായിട്ട് രംഗത്ത് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനു മുന്നേ ഈ അജ്ഞാത വ്യവസായിയെ തിരക്കുന്നവര് ഒരു 3.5 ലക്ഷം കോടി രൂപ നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു വ്യവസായി വന്നിട്ട് നമ്മുടെ വ്യവസായ മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് കേരളത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മീഡിയാസിന് മുന്നിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രസംഗത്തിന്റെ ഇപ്പോഴും വിഷ്വൽസ് ഉണ്ട് കയ്യിൽ. അദ്ദേഹം പറഞ്ഞു 3.5 ലക്ഷം കോടി രൂപ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഒരു വ്യവസായി വന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് കേരളം തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും സമാധാനമുള്ളൊരു നാട് ഞാൻ വേറെ കണ്ടിട്ടില്ല, ഇത്രയും സമാധാനമുള്ളൊരു സ്ഥലത്ത് ഞാൻ ഏറ്റവും ഓക്കെയാണ്, അതുകൊണ്ട് കേരളത്തിൽ തന്നെ ഞാൻ തരും, എത്ര 3.5 ലക്ഷം കോടി രൂപ തരും. അങ്ങനെ പറഞ്ഞ് ആ ഒരു പ്രസംഗത്തിൽ മാത്രം നമ്മൾ ആ സാധനം കേട്ടിട്ടുള്ളേ. പിന്നെ അതെവിടെ പോയി? ആ വ്യവസായി ആരായിരുന്നു? ഈ എത്ര പേരാണ് ഇവിടെ പാർട്ടിക്കാർ കൊടികുത്തി അടപ്പിച്ചു പോയി വ്യവസായം നടക്കാൻ പറ്റാണ്ട് സ്വർഗത്തിലിരിക്കുന്ന ആന്തൂരിലെ അദ്ദേഹം വരെയുണ്ട്. അവരുൾപ്പെടെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ. ആത്മാക്കൾക്ക് ചിരിക്കാനുള്ള വകയാണത്. പിന്നെ ഇത്രയും സമാധാനമുള്ള ഈ കേരളത്തിൽ വ്യവസായം തുടങ്ങാനായിട്ട് 3.5 ലക്ഷം കോടിയും കൊണ്ട് വരുന്നു എന്ന് പറയുന്ന ആ വിവാദ വ്യവസായി ആരായിരുന്നു? അപ്പോൾ അദ്ദേഹം ആദ്യം അതൊന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് വിജോയ്ക്ക് വേണമെങ്കിൽ വന്നിട്ട് VD സതീശനോട് മറുപടി ചോദിക്കാനുള്ള അവകാശം അപ്പം ഉണ്ടാവും. അതുവരേക്കും ഇതൊക്കെ എന്ത് വൃത്തികേടാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. വിവാദം ഉണ്ടാക്കുന്ന കാരണങ്ങൾ തേടി നടക്കുകയാണോ?